ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ചിക്കൻ ഉലർത്തിൻ്റെ റെസിപ്പിയാണ്. കണ്ടില്ലേ, നല്ല തിളങ്ങി നല്ല ഡാർക്ക് കളറിലിരിക്കുന്ന ഉലർത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നാടൻ ചിക്കനിലോ ബ്രോയിലർ ചിക്കനിലോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ ഡക്ക് ഉലർത്താം. നിങ്ങൾക്ക് ഏത് മീറ്റ് ഐറ്റവും ഇതുപോലെ ഉലർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണും ഓളൊക്കെ എനേബിൾ ചെയ്തണം. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒക്കെ സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. നാടൻ ചിക്കനാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു 2.5 കിലോ ചിക്കനുണ്ട്. അതായത് അതിൻ്റെ മീറ്റ് തന്നെ 2.5 കിലോ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് 2-3 വട്ടം കഴുകി കുറച്ച് വിനാഗിരിയും മഞ്ഞളും തിരുമ്മി കഴുകിയിട്ടുണ്ട്. നാടൻ ചിക്കൻ ആയതുകൊണ്ട് ഒരു ഉളുമ്പുണ്ടാവും. അങ്ങനെ ഇത് കഴുകി വാരി വെച്ചത് വെള്ളം ഊറി വന്നപ്പോഴാണ് നമ്മൾ തീയിലേക്ക് വെക്കാനുള്ള ചട്ടിയിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഊറി വരുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ, അത് കളയണം, ആ ചോരവെള്ളം കളയണം. ഇനി ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് മഞ്ഞൾ, കുറച്ച് മല്ലി, കുറച്ച് മുളക്, എല്ലാം ഒരു ടേബിൾ സ്പൂൺ മല്ലി, ഒരു ടേബിൾ സ്പൂൺ മുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഇടുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ അരച്ചത് 1 ടേബിൾ സ്പൂൺ. അപ്പം ഇതെല്ലാം കൂട്ടി നമുക്കിപ്പോൾ ഇത്രയും മസാല മതി. നമ്മൾ ഉലർത്തുമ്പോഴാണ് ബാക്കി ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് വേവിക്കുന്നവർക്ക് അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ചട്ടിയിൽ തന്നെ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ തിരുമ്മി വെക്കും. സമയമുള്ളവർ 1/2 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചട്ടിയിൽ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് വെന്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ചിക്കൻ്റെയും വേവ് അനുസരിച്ച് ബ്രോയിലർ ചിക്കനാണെങ്കിൽ വേഗം വേകും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നാടൻ ചിക്കൻ ആയതുകൊണ്ട് കുറേ സമയം എടുത്തു. അപ്പോൾ അതിൻ്റെ നെയ്യിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ ചിക്കൻ്റെ ഒരു നെയ്യൊക്കെ ഉരുകി വന്ന് അതിനകത്താണ് ഇത് കിടക്കുന്നത്. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചതല്ല കേട്ടോ, ആ തിരുമി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയേ ഉള്ളൂ. ഇതുണ്ടോ, നന്നായിട്ട് വെന്ത് എല്ലിൽ നിന്ന് വിട്ടു വന്നു. ഇനിയാണ് നമുക്കിത് ഉലർത്തിയെടുക്കാനുള്ള പരിപാടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 6 വലിയ സവോള, ഇപ്പോൾ 2.5 കിലോ ചിക്കനുണ്ട്, അപ്പോൾ ഒരു 6 വലിയ സവോള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇത്രയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി കറിവേപ്പില വേണം, ഒക്കെ ചേർക്കാം. അപ്പോൾ എണ്ണ ചൂടായി. ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ പെരിഞ്ചീരകം ഇട്ടു, അതൊന്ന് പൊട്ടിയപ്പം വെളുത്തുള്ളി ഇട്ട് ഇളക്കുകയാണ്. നമ്മളിതിനകത്ത് കടുക് ഇടുന്നില്ല, കടുകിൻ്റെ ആവശ്യമില്ല ഇതിന്. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും സവോള ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. നമ്മൾ ഇത് ഉലർത്താണല്ലോ, അപ്പോൾ നമുക്ക് സവോളയൊന്നും കാണാൻ പാടില്ല. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇതാണ് ഇതിനകത്ത് കുറച്ചൊരു പണിയുള്ളത്. പിന്നെ ഞാൻ വെച്ചിരിക്കുന്ന നല്ല ഇൻഡാലിയത്തിൻ്റെ കട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ്. അപ്പോൾ ഇതുപോലെ കട്ടിയുള്ള പാത്രമാണ്, നമുക്ക് പെട്ടെന്ന് വരണ്ട് കിട്ടും. നല്ല കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ സവോളയൊന്ന് വരണ്ട് വരട്ടെ. ഞാൻ കുറച്ച് കറിവേപ്പില ഉപ്പും ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കുകയാണേ. നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് നന്നായിട്ട് വരണ്ടത് ചുങ്ങിപ്പോയിട്ടുണ്ട് സവോള. എൻ്റെ ഒരു റെഡ് കളറുള്ള സവോളയായിരുന്നു, അതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ ചുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചി നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം, അതുകൊണ്ട് ഇനി ആ ഇഞ്ചി അരിഞ്ഞത് ചേർക്കുകയാണ്. ഇഞ്ചി ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇത് കഴിഞ്ഞ് വെച്ച് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് പൊടികളല്ലേ ചേർത്തുള്ളൂ, അപ്പോൾ ബാക്കിയെല്ലാം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി അധികം ചേർക്കേണ്ടതില്ല, നമുക്ക് കുരുമുളക് നന്നായിട്ട് ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതൊക്കെ പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഞാൻ ഗരം മസാല ഇട്ടു, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടു, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഈ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക കേട്ടോ. എരിവ് വേണ്ടവർ കൂടുതൽ, അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഏകദേശം ഒരു കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചെയ്ത കണക്ക്. എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, ഇപ്പം തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അതൊന്ന് ചേർത്തതിന് ശേഷം ആ വേവിച്ച ചട്ടി ഒന്ന് കഴുകി ഒരു 1/2 കപ്പ് വെള്ളം അതും കൂടി ഒന്ന് ഒഴിക്കുക. കാരണം ഇതിനകത്ത് ഗ്രേവി ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ആ മസാല കരിഞ്ഞു പോകാതെ 1/2 കപ്പ് വെള്ളം ആ ചട്ടി ഒന്ന് കഴുകി ഒഴിച്ചു. ഇനി അത് നന്നായിട്ട് വരട്ടി എടുക്കണം. നമ്മൾ കുറച്ച് സമയം ചെറിയ തീയിലിട്ട് ആദ്യം അത് നല്ലതായിട്ട് തീയിൽ ഇളക്കുക. ആ വെള്ളമയം എല്ലാം അങ്ങ് വറ്റി കഴിയുമ്പോഴത്തേക്കും ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മസാലകൾ ചേർക്കേണ്ടതുണ്ട്.
കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ തന്നെ നോക്കിയാൽ നല്ല ഡാർക്ക് കളറിലേക്ക് വരുന്നുണ്ട്. ഇനി കറിവേപ്പില ആവശ്യാനുസരണം ഇടുക. അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കണ്ടോ വരണ്ട് വരുന്നത്. ഇനി കുരുമുളക് പൊടി കുറച്ചുകൂടെ ചേർക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ വീണ്ടും ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ കേട്ടോ. ഈ കുരുമുളകാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ബീഫ് ഉലർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ഡക്ക് ഉലർത്താം, ഇതുപോലെ തന്നെ ഉലർത്തിയെടുക്കാം. അപ്പോൾ കുരുമുളകും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കാണ്. കണ്ടോ അതിൻ്റെ കളറ് മാറി വരുന്നത് കണ്ടോ. കുരുമുളക് കൂടെ ഇടുമ്പോൾ നല്ല ഡാർക്ക് കളറാകും. ഇനി ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി അവസാനം ചേർക്കുകയാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു, വേവിച്ചപ്പോൾ ഇട്ടു. പിന്നെ സവോളയിലും ഇട്ട ഉപ്പ് ആവശ്യത്തിന് കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റോളം ധാരാളം മതി. 10 മിനിറ്റിൻ്റെ ആവശ്യമില്ല. നല്ല ചൂടുള്ള ചട്ടിയാണെങ്കിൽ വേഗം ഇങ്ങനെ ഡ്രൈ ആയി വരും. കണ്ടോ, ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തൊന്നും കഴിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കഴിച്ചാൽ ചപ്പാത്തിക്ക് കഴിക്കാം, ചോറിന് കഴിക്കാം, എന്തിനും ബെസ്റ്റ് കോമ്പിനേഷനാണിത്. നമ്മൾ എണ്ണയിലൊന്നും വറുത്ത് കുറേണ്ട കാര്യമില്ല. അപ്പോൾ കണ്ടോ നല്ല ഡാർക്കായിട്ട് ഇതിപ്പോൾ ഒരു തീ ഓഫ് ചെയ്തിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ കളറിലേക്ക് നമ്മുടെ ചിക്കൻ ഉലർത്തിയതെത്തും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും ഓളൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ഡിഷസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.